കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ബി.ജെ.പിയെ അനുകൂലിക്കുന്ന സംഘപരിവാർ സംഘടനകളെ അനുകൂലിക്കുന്ന സംഘപരിവാറുകാർ പറയുന്നതിനേക്കാളും വലിയ മുസ്ലിം വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സംഘടനയുണ്ട്. മോദിയാണ് അവരുടെ ആരാധനാ മൂർത്തി. ആ സംഘടനയുടെ പേരാണ് കാസ. ഈ കാസക്കാർ അറിയാൻ ഇന്ത്യയിലെ 30ഓളം ക്രൈസ്തവ സംഘടനകൾ സഭകൾ ഒപ്പിട്ട ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ കാസക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് തന്നെ. അവരിത് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം പോരാ, പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് പരിശോധിക്കുകയും വേണം. ആ വാർത്ത ഇങ്ങനെയാണ്: 11 മാസങ്ങൾക്കുള്ളിൽ 720 ആക്രമണങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇടപെടണമെന്ന് ക്രൈസ്തവ നേതാക്കളുടെയും സഭകളുടെയും സംയുക്ത പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന വന്നിരിക്കുന്നത്. ആ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷവേളയിൽ രാജ്യത്തുടനീളമായി 14 അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഈ ക്രിസ്മസ് വേളയിൽ രാജ്യത്ത് 14 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് എതിരെയായി. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും വൈര്യത്തിൻ്റെയും ഭയാനകമായ കുതിച്ചുചാട്ടത്തിൽ അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നു. 2024 ജനുവരി മുതൽ നവംബർ വരെയുള്ള 11 മാസങ്ങൾക്കുള്ളിൽ 720 അക്രമ സംഭവങ്ങളാണ് ക്രിസ്ത്യൻ സംഘടനകളും വ്യക്തികളും ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തത്. ഇക്കാലയളവിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം മുമ്പാകെ 760 കേസുകളും എത്തി. നിർബന്ധിത മതപരിവർത്തനം തടയൽ നിരോധന നിയമങ്ങളുടെ ദുരുപയോഗം, മതസ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള നഗ്നമായ ഭീഷണികളും കടന്നുകയറ്റവും, ആരാധനാ സ്വാതന്ത്ര്യം തടയൽ, ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നടത്തുന്നത് തടയൽ, വിദ്വേഷ പ്രസംഗങ്ങളുടെ അതിപ്രസരം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നിരവധി പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ 20 മാസത്തോളമായി തുടരുന്ന കലാപം ഉടൻ ശമിപ്പിക്കുക, മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സംഭവങ്ങളിൽ വേഗത്തിലും നിഷ്പക്ഷവുമായ അന്വേഷണത്തിന് ഉത്തരവിടുക, മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക, എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രതിനിധികളുമായും കൃത്യമായ ഇടവേളകളിൽ ചർച്ച നടത്തുക, വിശ്വാസം പ്രഖ്യാപിക്കാനും അനുഷ്ഠിക്കാനുമുള്ള ഭരണഘടനാ അവകാശം സംരക്ഷിക്കുക. ഈ ആവശ്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. 30ഓളം സംഘടനകൾ എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സഭകൾ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭകൾ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. ആരൊക്കെയാണ് നോക്കൂ: മനുഷ്യാവകാശ പ്രവർത്തകൻ ഫെഡറിക് പ്രകാശ്, ഗുജറാത്തിലെ സൊസൈറ്റി ഓഫ് ജീസസ്; ഡേവിഡ് ഒനേസിമോ, ഇവാഞ്ചലിക്കൽ ചർച്ച് തമിഴ്നാട്; ബിഷപ്പ് ഡോക്ടർ ജോബ് ലോഹറ; റവറൻ ഡോക്ടർ റിച്ചാർഡ് ഹോവൽ, ഡൽഹി; അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ റവറൻ മേരി സ്കറിയ; മനുഷ്യാവകാശ പ്രവർത്തകനും ദേശീയോദ്ഗ്രഥന സമിതി അംഗവുമായ ജോൺ ദയാൻ; പ്രകാശ് ലൂയിസ്, ബീഹാറിലെ സൊസൈറ്റി ഓഫ് ജീസസ്; ബിഷപ്പ് റവറൻ ഡോക്ടർ സെൽഹോ കീഹോ, നാഗാലാൻഡ്; ബിഷപ്പ് ഖാർകോൻ ഗോർ, മേഘാലയ; അലൻ ബ്രൂക്സ്, അസം ക്രിസ്ത്യൻ ഫോറം; മണിപ്പൂർ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ ജനറൽ സെക്രട്ടറി രവി കെ ലോസി മാവോ; അഖിലേഷ് എഡ്ഗർ, നാഷണൽ ചർച്ച് മിഷൻ, ഡൽഹി; മൈക്കൽ വില്യംസ്, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം സ്ഥാപകൻ; എ.സി. മൈക്കൽ, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കൺവീനർ; വിജയദേശ് ലാൽ, ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ തുടങ്ങിയവരാണ് നിവേദനത്തിൽ ഒപ്പിട്ടത്. ഇത്രയും സംഘടനകൾ, ഇത്രയും വ്യക്തികൾ ഒപ്പിട്ട് നൽകിയ കത്തല്ല പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ക്രൈസ്തവ സംഘടനകൾക്ക് നേരെ, ക്രൈസ്തവ സഭകൾക്ക് നേരെ, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ, മതസ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടന്നു 2 ആക്രമണം. പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എതിരെയാണ് ആക്രമണം നടന്നത്. ഒരക്ഷരം മിണ്ടിയില്ല കേരളത്തിലെ ബി.ജെ.പിക്കാരും സംഘപരിവാറുകാരും. അത് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അത് ആലോചിച്ച് ഉറപ്പിച്ചതാണോ, അതല്ല പ്രാദേശികമായി ഉണ്ടായ പ്രശ്നങ്ങളാണോ എന്ന് വെച്ചാൽ സംഘപരിവാറാണ് ആക്രമിക്കുന്നത്. ക്രിസ്ത്യൻ സഭകളുടെ ഘോഷയാത്രകൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ, ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സംഘപരിവാറുകാർക്ക്. അത്രമാത്രം വിഷം അവരിലേക്ക് കുത്തിവെക്കുന്നുണ്ട് സംഘപരിവാർ സംഘടനകൾ. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് സംഭവം നടക്കുന്നത്. കേരളത്തിൽ 2 ഇടങ്ങളിലാണ് നടന്നത്. നാളെ എത്രയിടങ്ങളിൽ നടക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ വ്യാപകമായ ആക്രമണമാണ്. മണിപ്പൂർ നമ്മുടെ മുന്നിലുണ്ട്. അവസാനം മണിപ്പൂരിലെ മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ്. മാപ്പ് പറയുകയല്ല വേണ്ടത്, നടപടിയാണ് വേണ്ടത് എന്നാണ് ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെട്ടത്. എന്തിനാണ് മാപ്പ് പറയുന്നത്? അക്രമികൾക്കെതിരെ നടപടിയെടുക്കൂ, മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തൂ, ഇതാണ് ആവശ്യപ്പെടുന്നത്. എന്തിനാണ് മാപ്പ് പറയുന്നത് എന്ന ചോദ്യമാണ് ക്രൈസ്തവ സംഘടനകൾ ചോദിക്കുന്നത്. ഇതേ സമയം കേരളത്തിലേക്ക് വന്നാൽ
ഈ BJP നേതാക്കളെ പട്ടുപരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബിഷപ്പുമാരും BJP നേതാക്കളും. ക്രൈസ്തവ കുടുംബത്തിലേക്ക്, വീടുകളിലേക്ക് കേക്കുമായി പോയ BJP നേതാക്കളുണ്ട്. അവരെ സ്വീകരിച്ചിരുത്തി വൈൻ കൊടുത്ത് പറഞ്ഞുവിടുന്ന ക്രൈസ്തവ നേതാക്കളും ബിഷപ്പുമാരും ഒക്കെയുണ്ട് കേരളത്തിൽ. അവരൊക്കെ ഒന്ന് ആലോചിക്കണം. BJPക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥിതി കേരളത്തിൽ വന്നാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ഗുജറാത്തിൽ, UPയിൽ, മേഘാലയയിലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന്, മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന്, ഉത്തരേന്ത്യയിൽ വ്യാപകമായ ആക്രമണം നടക്കുകയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ. അതാണ് പറഞ്ഞത്, 720 ആക്രമണങ്ങളാണ് ഇതുവരെ നടന്നത് 11 മാസത്തിനുള്ളിൽ. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് മാത്രം നടന്നത് 14 സംഭവങ്ങളാണ്. അത് വർദ്ധിച്ചു വരുന്നു എന്നർത്ഥം. പക്ഷേ കേരളത്തിലെ കാസക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ മനസ്സിലൊക്കെയുള്ളത് മുസ്ലിം വിരുദ്ധ ഒരു മനോഭാവമാണ്, ആ മതവിദ്വേഷമാണ്. ഞങ്ങളുടെ ഒരു കണ്ണ് പോയാലും സാരമില്ല, അവരുടെ 2 കണ്ണും പോകണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറിയിരിക്കുന്നു കാസക്കാർ. അതുകൊണ്ട് അവർ ഇതൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് കാണണം. കേരളത്തിൽ BJP ശക്തിപ്പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം. അതാണ് ഈ 30ഓളം ക്രൈസ്തവ സംഘടനകൾ ഒപ്പിട്ട ഈ കത്ത് ഓർമ്മിപ്പിക്കുന്നത്. അത് കാസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കാസ അതൊന്ന് വായിച്ചു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.